ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പം പുല്ലൂർ പാലവും കാഴ്ചകളും കണ്ട് ഞങ്ങളെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഉള്ള വീഡിയോയിൽ കാഴ്ചകൾ അതിമനോഹരമാണ്. വഴിയോര കാഴ്ചകൾ, പ്രകൃതിയുടെ സൗന്ദര്യം, അതിനുപരി പാലരുവി വെള്ളച്ചാട്ടം, അത് ട്രെൻഡിങ് വെള്ളച്ചാട്ടമാണ്. അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. മിസ് ചെയ്യാതെ, സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്താൽ നല്ലതാണ്. ഒക്കെ നല്ല കാഴ്ചയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പാലമുണ്ട്, ട്രൈവേ പാളം. നമ്മൾ പല വീഡിയോകൾ കണ്ടിട്ടുള്ള അടിപൊളി ഒരു സീനാണ്. എല്ലാം മിസ് ചെയ്യാതെ കാണണ്ട, നല്ലതായിരിക്കും കേട്ടോ. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണ്, എന്നിരുന്നാലും ലെങ്ത് കൂടുതലാന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ് നല്ലത് കേട്ടോ. കുഞ്ഞിപ്പിള്ളേര് ഈ ടേൺ ചെയ്യുന്നോണ്ടാ ശ്രദ്ധിക്കാൻ വരുന്നത് കേട്ടോ. മാനുണ്ടോ? മല മല റൈറ്റും പോവാ, ലെഫ്റ്റ് പോയാല് ഇങ്ങോട്ട് പോവാം. സർവീസ് അതുവഴിയാണ് പോകുന്നത്. ഇവിടെ ഉണ്ട്. 71 ആര്യങ്കാവ് 12 കുളത്തുംപുഴ 11 മല കണ്ടോ? മേടി മല കണ്ടോ? ഇതേതാളിയാ ജംഗ്ഷൻ? ഇതുവഴി ജംഗ്ഷൻ അല്ലേ ഇത്? ഇടമൺ ജംഗ്ഷൻ. നമ്മളിപ്പോ പാലരുവിയില പോന്നെ. ഇതുവഴി റെയിൽവേ സ്റ്റേഷൻ തേക്ക് ലേലം വെക്കുന്ന സ്ഥലം. ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമ്മുടെ ട്രെയിൻ തൊഴിൽ വരും ആണല്ലേ? അല്ല, എറണാകുളം വെളകണ്ണി ട്രെയിൻ ഇതിലാ പോകുന്നത്. പിന്നെ പാലരുവി എക്സ്പ്രസ് കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഫോറസ്റ്റ് മൊത്തം കാടല്ലേ? ആ റെയിൽവേ ഓ ഇതിന്റെ ഇതുപോലെ തന്നെ അല്ലേ കാണുന്നത്? ഓ നമ്മൾ ഈ ഫോട്ടോസ് കാണുന്നേ ആ സാധനം അല്ലേ? പറ്റും. വാല കയറിയില്ല ആണോ? നോക്കിക്കോണം. ഇതൊക്കെ റെയിൽവേ പാലോ? അത് തുറക്കോ? ആ തുറക്കോ അല്ലേ? എവിടെയാണോ നിർത്തേണ്ടത് പറഞ്ഞേ? ഇനിയുണ്ട്. ഇതല്ല നമുക്ക് കുറങ്ങനെയാ ഇനി കാണണ്ടല്ലോ. വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ കലണ്ടറുകളിൽ ഫോട്ടോ ഒക്കെ ശരിയാ ഇത് ആണെന്നേ. നിങ്ങൾ എന്താ പറയാ? നമ്മൾ സ്കൂളിൽ ഇത് കിട്ടണമെങ്കിലേ കണ്ടാ അതാണ്ട് ഈ പാലത്ത് ഇതിന്റെ അല്ലേ ഫോട്ടോ വീഡിയോ ഒക്കെ കാണുന്ന സിനിമ? ഏത് സിനിമ ഇതിന്റെ തോന്നുന്നു അറിയോ? അളികാവപ്പടി ആ പാട്ടാ കൂടുതലുണ്ടല്ലേ? 13 കന്നറപ്പാലം. ഈ റായക ഈ ഹോളിനാ പറയുന്നല്ലേ? ആ പാലം സിമന്റ് കൊണ്ട് പോകുന്ന വണ്ടിയാണ്. KMB. ആടോ എത്ര? 14 മേലോട്ട് കയറാൻ സ്റ്റെപ്പ് ഉണ്ടോ? നമ്മളെവിടെ നിർത്തണ്ടേ പറ?
13 കെന്നറ. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബ്രിട്ടീഷുകാരുടെ പാലം അല്ലേ? പഴയ കാലം. നമുക്ക് ഇതിനോട് മേലോട്ടൂടെ പോവാം. ഇത് ഒരുപാട് സിനിമയ്ക്കകത്ത് ഫോട്ടോസൊക്കെ ഉള്ള സീനാ അല്ലേ? എനിക്ക് മനസ്സിലായി, നീ പറയാൻ പറ്റുന്നത് മനസ്സിലായി. അതങ്ങനെയൊക്കെ പറയും. അവൻ്റെ കൈ പിടി, മഞ്ഞ് നിന്നെ ഏർപ്പിച്ചേക്കുന്നത് കേട്ടോ. അവനെ പിടിച്ചോടാ. 13 ഇതാണ് കേട്ടോ. നമ്മൾ പല സിനിമയ്ക്കകത്തും ഫോട്ടോഷൂട്ടിൻ്റെ അകത്തൊക്കെ ഈ കലണ്ടറിലും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാമോ എന്ന് നോക്കണം. അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നു, പക്ഷെ അത് ബ്ലോക്ക് ചെയ്തേക്കോ. ചോദിക്കാം കേട്ടോ, പറ്റുവാണെങ്കിൽ മേളിൽ കയറാം. മേളിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ട്രെയിൻ സർവീസ് ഉണ്ട്. ഇതിന് മേളിൽ കൂടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ അറയുടെ ഇടയ്ക്ക് കൂടെ കാണുമ്പോഴേ നല്ല ഭംഗിയാണ്. മേളിൽ കയറാൻ പറ്റുമായിരിക്കില്ലേ? ഡെയിലി ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. പണി നടക്കുന്നുണ്ടല്ലേ? ഡ്രൈവേയുടെ പണിയാ? സർവീസ് ഉള്ള സ്ഥലം. ആ സ്റ്റെപ്പ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ തോന്നുന്നു കേട്ടോ. പറ്റുവാണെങ്കിൽ മേളിൽ കയറാറുണ്ട്. മേളിൽ കയറി ട്രെയിൻ വന്നപ്പോൾ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഈ സൈഡിൽ നിൽക്കാണ്ട് ഇവിടെ നിൽക്കാം. സൈഡിൽ നിൽക്കാൻ പറ്റുമല്ലേ? ഇതിന് ഞാൻ എക്സാക്ട് ഫോട്ടോ ഞാൻ കാണിച്ചത്, മേലത്തെ വശത്തെ ഫോട്ടോ. നെറ്റ്വർക്ക് ഇഷ്യൂ. മേളിൽ കയറാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു നാരങ്ങ വെള്ളം കുടിക്കാം. ഈ പാലത്തിൻ്റെ കീഴിൽ തന്നെ നല്ലൊരു നാരങ്ങ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. വണ്ടി തമിഴ് വണ്ടി മൊത്തം വരുന്നത് കേട്ടോ. കേരള സർവീസ് ഉണ്ട്, കേരള ഉണ്ട്, രണ്ടും ഉണ്ട്. എന്ത് വേടാ നാരങ്ങളും പറഞ്ഞു ഉണ്ടോ? ചേട്ടാ ഇത് മേളിൽ കയറാൻ പറ്റുമോ? അവിടെ ഇങ്ങനെ സ്റ്റെപ്പിന്റെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. കയറി പറ്റും അങ്ങനെ കയറി. നമ്മുടെ റിസ്കിൽ അപ്പൊ 1-2 പേര് കയറുക, എല്ലാരും കയറുക. നാരങ്ങളും എടുത്തോ? നിങ്ങൾ പിടിച്ചോ. ഈ പാലത്തിൻ്റെ കീഴിൽ തന്നെ കേട്ടോ. നമ്മളെ തണുപ്പിക്കുക, മനസ്സിന് ശരീരത്തിന് തണുപ്പിക്കുക. അടിപൊളി നാരങ്ങളും പോയി. എല്ലാവരും പറഞ്ഞു, നാരങ്ങളും പറഞ്ഞോ. ശ്രദ്ധിച്ചു കഴിഞ്ഞോ? ക്ഷീണം പോയോ? കുഞ്ഞിന് ക്ഷീണം പോയോ? മാറിയോ? ഇവനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചു കേട്ടോ. 2 വട്ടം ശ്രദ്ധിച്ചു അവിടെ വെച്ച്, ഇല്ലയോ? അയ്യോ ക്ഷീണമായി. കയറാം അങ്ങോട്ട്. വിടെ ചേട്ടാ ഇത് നമ്മുടെ വീട് തന്നെ? ഇത് വേറെ വീടില്ല? അടുത്തില്ല? ഇത് ഒറ്റ വീട്. ഈ പാലത്തിന്റെ ഇവിടെ നമ്മളെ ഉള്ളൂ. അത് ശരി. വരും, ആന വരും ഇവിടെ. കാട്ടാനെ കാണാമെന്ന കാട്ടാന ഇതിൻ്റെ ഈ കടയില്ലേ, പാലത്തിൻ്റെ താഴത്തെ കടയുടെ ഇവരുടെ ബാക്കിലായിട്ട് കാട്ടാന ഉണ്ട്. രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ അത് പോയിട്ടില്ല, മാറി ആ ഭാഗത്തുണ്ട്, കാണാൻ പറ്റും എന്ന് പറഞ്ഞാണ്. നോക്കട്ടെ, കാണാൻ പറ്റുവാണെങ്കിൽ കാണാമല്ലോ. അതേ ഒറ്റക്കൊമ്പനാണെന്നാണ് പറയുന്നത്. അതായത് ശല്യം ഇല്ലാത്തൊരു ആനയാണ്. അധികം ദൂരം പോയിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങോട്ട് ശാക്കല നീങ്ങിന്നാണേ. പടാരം മരം കേട്ടോ, അടാറ് മരം. ഇതിന് പുറകെ ആന നിന്നാൽ പോലും കാണത്തില്ല. ഈ കടയുടെ ബാഗ് വെച്ച് കുറച്ച് ഇങ്ങോട്ടും കയറി നോക്കിയതാണ്. 2 സൈഡിലായിട്ട് മലയാണേ. 2 മലകളാണ്. അതിൻ്റെ ഇടഭാഗമായി കാണുന്നത്. എവിടെ നിൽക്കണമെന്ന് അറിയില്ല. കാണാമോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കയറിയതാണ് കേട്ടോ. ചിലപ്പം കാണാം. എന്താ അറിയോ, നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആൾക്കാർ ചെന്നാൽ ആന അനങ്ങത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ അനങ്ങാൻ നിൽക്കും. സ്പ്രേ സെൻറ്റിൻ്റെ മണം അതുപോലൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളെ പുറത്തോട്ട് ഇറങ്ങത്തേ ഇല്ല. നമ്മളിതിൻ്റെ ഇക്കരെ കരയിലാണ് നിൽക്കുന്നത് കേട്ടോ. ആനെ കാണാമെന്ന് പറഞ്ഞ് ശകലം സൈഡിലോട്ട് കയറിയതാ. ഈ മലയിൽ ആന ഉള്ളെന്ന് പറഞ്ഞത് കേട്ടോ. ഇത് ആന ഇറങ്ങുന്ന പാതയാണ് കാണുന്നത്. ഇങ്ങനെ
ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. ഈ ആന ഇനി ഈ മലയിലാണെങ്കിലും പണി കിട്ടും. ഇവിടെ നിൽക്കണ്ട, വണ്ടി വിട്ടേക്കാം. പേടിയില്ല. ഓ നല്ല തണുത്ത വെള്ളം കേട്ടോ. ഉണ്ടോ ഇതുവഴി ഇങ്ങനെ ആനയെ കണ്ടാൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച പോയതാണ്. ഇതുവഴി കയറിയാ പോയത് കേട്ടോ. കണ്ടോ ആ റബ്ബറും തോട്ടം കണ്ടോ, അവിടെ ഇടിഞ്ചേക്കുന്നുണ്ട്. അത് ആന വന്ന പാതയാണ്. ഇത് വെട്ടിയതാ അല്ലേ? വന്നിട്ട് പണി. ഇന്ന് തല്ലി പൊട്ടിച്ചോട്ടോ, ഇത് കുത്തി പൊട്ടിച്ചേക്കുന്ന ഇതൊക്കെ ആന വന്ന വഴിയാണ് ഇതൊക്കെ. അതാ പറഞ്ഞ് ഇവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞ്. അതാ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ നീങ്ങി നിന്ന് ആ റോഡിൽ ശകലം അകത്തോട്ട് കയറിയാൽ മതി. പക്ഷെ കണ്ടില്ല. ഉണ്ട്, അധികം ദൂരം പോയിട്ടില്ല. ഈ ഏരിയയിൽ തന്നെ ഉണ്ടെന്നാണ് പറയാൻ. തേനീച്ചക്കൂടുണ്ട് കണ്ടോ, തേനീച്ചക്കൂടുണ്ട്. കാണാതെ ശരി കേട്ടോ. ഇന്ന് രാവിലത്തെ പരിപാടി അതിൻ്റെ കാണുന്നത്. എന്താ സവങ്ങെല്ലാം ഓടിച്ച് പറിച്ചിട്ടുണ്ടോ? സവങ്ങ് കേട്ടോ. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ആന ഇപ്പോൾ ഉണ്ടായിരുന്നു പറഞ്ഞേ. കണ്ടോ ഇപ്പം തല്ലി പൊട്ടിച്ചത്. ഇപ്പം വെച്ചാൽ ഒരു രാവിലെ നമുക്ക് കാണാൻ പറ്റില്ല. സംഭവം ഉണ്ട്, മേലെ എവിടെയോ ഉണ്ട് കേട്ടോ. ഈ ചെരുവിൽ എവിടെയോ ഉണ്ട് ആൾ. അതായത് നമ്മൾ സ്പ്രേ അടിച്ച് സ്മെല്ലാട്ട് വന്നാൽ ഇവൻ അനങ്ങത്തില്ല. കണ്ട ഈ പാലത്തിൻ്റെ നേരെ ഇറവിപ്പാലം കണ്ടോ, ഇതിന് നേരെ ബാക്ക് വശത്ത് ഒറ്റ വീട് കണ്ടോ. ഈ ഒറ്റ വീട് ഇവിടാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ, ചായ, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് എല്ലാ ഐറ്റങ്ങളും കിട്ടുന്നത് ഇവിടാണ്. ഈ ഒറ്റ കടയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് പുറയിലാണ് ആന വന്നിന്ന് ശല്യം ചെയ്തത് രാവിലെ. ഇവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയതാ ശകലം. ആളുണ്ട് അവിടെ, എവിടെയോ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകും. അവിടെ കവങ്ങെല്ലാം ഓടിച്ചിട്ടുണ്ട്. കാര്യമായിട്ടോ കവങ്ങെല്ലാം ഓടിച്ചിട്ട് വന്നപ്പോൾ അവിടെ ഈ ഇടിയില്ലേ, ഇടിയൊക്കെ ഇടിച്ചിട്ട് വന്നിട്ട് പോയിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ് അവിടെ ആളുണ്ട്. പക്ഷേ ഈ നമ്മൾ വരുമ്പോഴല്ലോ ഭയങ്കര സ്മെല്ലാണ്, സ്പ്രേയുടെ അടിച്ചിട്ട്. സ്പ്രേയുടെ മണം ഉള്ളതുകൊണ്ട് ആന അനങ്ങത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും അനങ്ങാതെ നിൽക്കും. ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നു പറഞ്ഞു. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അവരെപ്പോഴും അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സ്മെല്ല് അവർക്ക് അറിയാം. ആനയുടെ സ്മെല്ലും അവരുടെ മണവും എല്ലാം ഒരുപോലെയാണ്. കാട്ടാന. ഓ മൈ ഗോഡ്, കാട്ടാന. വലുത്ത ഇത് കാണാം അവിടെ. കൊടുത്ത് ഇത് സ്ഥലപ്പേര് എഴുതിയേക്കുന്നത് അരിങ്കാവാണ്. അല്ല, ചുമ്മാ വരോ കഴുതുരുത്തി. കഴുതുരുട്ടി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത്. ആര്യങ്കാവ. റോഷൻ രണ്ട ഏതൊക്കെ ഐസ്ക്രീം കഴിച്ചു? 1 2 കഴിച്ചു. ആരെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ആണോ? അളിയിലൂടെ അവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫുള്ള് സ്മാർട്ട് ബസ് ആണ്. റിലയൻസ് ഇവര് അമ്പാനിയുടെ കല്യാണത്തിനൊക്കെ വിളിച്ചതല്ലോ. ഇവരൊക്കെ പോയാ നിങ്ങളുടെയാണല്ലോ ഗിഫ്റ്റ് വന്നായിരുന്നു. എന്താ ഗിഫ്റ്റ് കിട്ടി? എല്ലാവർക്കും ചോക്ലേറ്റ്, സ്വീറ്റ്സ്, പിന്നെ അവരുടേതായിട്ടുള്ള മിക്സർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 15 ഗ്രാമിന്റെ വെള്ളി കോയിൻ ഉണ്ടായിരുന്നു. വെള്ളി കോയിൻ എല്ലാവർക്കും? അതോ എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടിയ 15 ഗ്രാം എല്ലാവർക്കും? ഈ സൈഡുകളില്ല വീട് കേട്ടോ. ഈ മലയുടെ സൈഡ് മൊത്തം വീടാ. ഓരോ ഗ്രാമങ്ങളായിട്ട് ഇങ്ങനെ അല്ലേ ക്രിയേറ്റ് ചെയ്തേക്കും. മല, മല, തറ, പറ, പാണ്ടിലോറി, പാണ്ടിലോറി,
പാണ്ടി ലോറി, മല പോലൊരു ലോറി, കാർത്തിക, ഡ്രം ട്രക്ക്, ടിപ്പല്ല ഡ്രം ട്രക്ക്, എവിടെ മുന്തിരിത്തോപ്പൊക്കെ എവിടെയാണോ ഉള്ളത്? കമ്പോ 4 കിലോമീറ്റർ ഉള്ളൂ. ആ പാലരുവി അതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ? പാർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ, അകത്ത് പാർക്കിംഗ് ഉണ്ട്. പൈസ കൊടുക്കണം? പൈസ കൊടുക്കണ്ട, അവിടുന്ന് ബസ്സിൽ കയറാൻ പൈസ കൊടുക്കണം. ബസ്സിൽ കയറണം നമ്മൾ പോവാൻ. ആ ബസ്സിൽ കയറണം നമ്മൾ അങ്ങ് പോവാൻ. ഇവിടെ എന്തൊക്കെ കാണാൻ ചേച്ചാ? ഇവിടെ മൊത്തം വെള്ളച്ചാട്ടം, പിന്നെ പാറകള്, കൊരങ്ങനെ. വെള്ളച്ചാട്ടം കാണേണ്ട ഒരു അടിപൊളി വെള്ളച്ചാട്ടം. നല്ല തണുപ്പും കാര്യങ്ങളും, നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഒരാൾ പോയി ക്യൂ നിന്നോളാം. ഇറങ്ങ അവിടെ നോക്കണോ? ഭയങ്കര ക്യൂ കേട്ടോ, ഭയങ്കര ക്യൂ. ആരാ മുന്നേ നിൽക്കുന്നു? അനുമതി അവിടെ ആണോ? ഇത് പാലരുവി വെള്ളച്ചാട്ടം കാണാൻ വന്നതാട്ടോ. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ബസ് കയറാൻ ഇവിടെ ബസ്സുണ്ട് കണ്ടോ. പാലരുവി ഇക്കോ ടൂറിസം എന്നുണ്ട് ബസ് കണ്ടോ. ഈ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ക്യൂ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അയ്യോ ഭയങ്കര ക്യൂ ആട്ടോ. ഇവർക്ക് ജാസ്തി കൂട്ടം ഇവർക്ക് കണ്ടോ. ഒരാൾക്ക് 70 രൂപടാ. 70 അല്ലേ? പാർക്കിംഗ് ഫീസ് തരാം 60 രൂപ. എവിടെ തരുന്നതാണ്? എങ്ങനെ തരുന്നത്? തൂത്തുക്കുടി. ഓ ഓണടിച്ചാ സെറ്റ് വണ്ടിയല്ലേ ഇത്? തമിഴ്നാടാ? തമിഴ് വണ്ടിയല്ലേ? ആ ടി ഒന്ന് ചെക്ക് ചെയ്ത് തോട് കയറ്റി വിടുന്നു. നല്ല തിരക്കാട്ടോ. ഒരു സൈഡിൽ നിന്ന് മലയാളീസ് കയറി വരുന്നു, മറ്റേ സൈഡിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കാണ്. അടുത്ത വണ്ടി, ആ വണ്ടി ഫില്ലായി. വാടാ. രണ്ടുപേരുന്നു. നീ ഇവിടെ അല്ലല്ല കുഞ്ഞിരുന്നു. ഇത് നോക്കിക്കോട്ടെ, കുരങ്ങൻ വരുന്ന നോക്കിക്കോണം. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് കഴിക്കുന്ന പരിപാടിയല്ലേ? അല്ലേട്ടാ ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ? അതോ കുക്ക് ചെയ്തോണ്ട് വരുമോ? ചേട്ടാ പേരെങ്ങനാ? ഇവിടെ ഉള്ള സുരേഷ് ഏട്ടൻ വീട്. ആ വെരി ഗുഡ്. ഫുള്ളായി നമ്മുടെ വണ്ടി ഫുള്ളായി കേട്ടോ. ഇവിടെ വണ്ടി എല്ലാം വന്ന് പാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ വണ്ടിയെ കയറി മൊത്തം എത്ര കിലോമീറ്റർ കേട്ടോ? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ വണ്ടി പോയിട്ട് 100 മീറ്റർ നടക്കണം. 4 കിലോമീറ്റർ വണ്ടിയെ പോയിട്ട് ബസ്സിൽ പോയിട്ട് അവിടുന്ന് 100 മീറ്റർ. ഇവിടെ നിന്നാണ് പ്രൈവറ്റ് വെഹിക്കിൾ അകത്തോട്ട് വിടത്തില്ല കേട്ടോ. ഇവിടെ വരെ വരും. ഇതിൻ്റെ പുറകിലോട്ട് പ്രൈവറ്റ് ആൾക്കാരുണ്ട്. ഈ റൂട്ടിൽ മൃഗങ്ങളെയൊക്കെ വല്ലതും കാണാൻ പാർക്കുകളുണ്ടായിരുന്നു? ആനയൊക്കെ ഉണ്ട്. ആ നമുക്കിവിടെ എത്ര മണി വരെ സമയം? വൈകിട്ട് കയറ്റി വിടും. ബസ്സുള്ളൂ. പാസ് അവിടെ 1 മണി. 5 മണിക്കാവും നമ്മൾ വെളിയിൽ നിന്ന് ഇറങ്ങണം.
ആ ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പം കാട്ടിൽ വെള്ളം ഉള്ളതുകൊണ്ട് അവർ ഇറങ്ങി വരത്തില്ല. 300 അടി ഹൈറ്റ് ചെയ്യുന്ന അവിടുത്തെ വെള്ളം അല്ലേ? 300 അടി. ഈ വഴി അന്നത്തെ കുതിരപ്പാതയായിരുന്നു കേട്ടോ. കൂടെ വെള്ളം വരുന്നുണ്ടോ? സ്റ്റെപ്പായിട്ടാട്ടോ. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല അരുവിയാണ്, വെളിയിൽ നിന്ന് വരുന്ന അരുവിയാണ്, വെള്ളം വരുമോട്ടോ. അത് സ്റ്റെപ്പായിട്ടാണ് വെള്ളം വരുന്നത്. ഓ ഇവിടെ വരെയാണ് നമുക്ക് വണ്ടി ഉള്ളത് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങും. ചേട്ടാ ഇവിടെ ആശാമാരുണ്ടോ? റോഷനെ ഇവിടെ അവരാ അവിടെ ഇരിക്കുന്നത്, നമ്മളവിടെ ഇരുത്തത്തില്ല അവിടെ കേട്ടോ. നമ്മുടെ വണ്ടി എത്ര പേരാ മൊത്തം? 40 പേര്. അവൾ തിരിച്ചു പോകുന്ന വേറെ വണ്ടിയായിരിക്കും അല്ലേ? ആ ശരിയാണല്ലോ, എ ആണല്ലോ. അതങ്ങനെ ആക്കിയതാണോ അതോ അങ്ങനെ വന്നേക്കുന്നേ? ആണോ? ഏത് നാട്ടിൽ? എവിടെയാണോ? ഇവിടെ തന്നെ. ഇവിടെ ചായയൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എവിടെ ഇരുന്നോ? അവിടെ എത്ര മീറ്ററാണ് പറഞ്ഞത്? 100 മീറ്റർ നടക്കാം അല്ലേ? ഹായ്, ഹൗ ആർ യു? യാ അണ്ണേ ചാല അകന്ന് നടന്നണ്ണേ. കല്ലുണ്ട്. ആ പഴയ കെട്ടിടങ്ങളാ. ശരിയാ. പഴയ രാജാക്കന്മാരൊക്കെ താമസിച്ച കെട്ടിടങ്ങളായിരുന്നു കേട്ടോ, കോട്ടകളായിരുന്നു ഇതൊക്കെ. ആ കുതിര കെട്ടിയതും കുതിര നടന്ന് പാത ചെയ്ത്. എല്ലാരും കുളിച്ചു വരുന്നല്. തണ്ണിയുണ്ടോ? തണുപ്പുണ്ടോ? കുളിരിക്ക കൈ കാണിക്കല്ലേ. മഞ്ഞാറ ഇത് വെള്ളം നല്ലോണം ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ അരുവി ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത്. മുമ്പ് അപ്പോൾ ബസ്സേ വന്നപ്പം കണ്ടേ തട്ടായിട്ട് കണ്ടില്ലേ? അതിവിടുന്ന് ഇങ്ങനെ വരുന്നത്. അവിടെ ആൾക്കാരെല്ലാം കുളിക്കുന്നുണ്ട് ശരി കേട്ടോ. ആ നല്ലോണം കുളിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാ. ആ അതെ ഇതാണ് സെറ്റ് കേട്ടോ. ആ കയ്യിൽ വിടല്ലേ. എൻ്റെ കൈ പിടിച്ചോ, വിടല്ലേടാ. കണ്ടോ മേളീന്ന് കേട്ടോ, കട്ടയാ. ആഹാ ആ സേഫ്റ്റി കുരങ്ങുണ്ട്, സേഫ്റ്റി ഫസ്റ്റ്. പാത്ത് വായോ, പാത്ത്. ഇവിടുന്ന് മേളോട്ട് കയറി അവിടെ വരെ കയറായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഇവർ ഫാമിലി ഉണ്ട് കേട്ടോ. ഇവർ ഫാമിലി ആയിട്ടുണ്ട്. വേണ്ട ഫാമിലിക്കാരുണ്ട് കണ്ടോ, ഫാമിലി ഇരിക്കുന്നുണ്ടോ? ഒത്തിരി കൈ കാണിക്കില്ല, അവരിങ്ങോട്ട് വരും. ചേച്ചി പിടിച്ചു, ചേച്ചി കൂടെ പിടിച്ചോളൂ. ചേച്ചി നോക്കിക്കോളൂ, ചേച്ചി കൂടെ പിടിച്ചോളൂ. ചേച്ചി വാ, കയറി വാ. അവിടെ പറയുന്നു സ്ത്രീകൾ കുട്ടികൾ കുളിക്കുന്ന സ്ഥലം. ഇത് സ്ത്രീകളും കുട്ടികളും കുളിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടാ. മേലോട്ട് പോവാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മേളോട്ട് പോകും. ആ മരം. ആ ഇങ്ങനെ സ്റ്റെപ്പ് വഴി കയറി ഒരുപാട് കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ആ രാജാക്കന്മാർ അവിടെ ഇരുന്നാണ് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചോണ്ടിരുന്നത്. ഇവിടാണ് കുളിക്കുന്നവരം. ഒന്നും പേടിക്കണ്ട. വെള്ളമാണ് ഇങ്ങനെ പാല് പോലെ വീഴുന്നുണ്ടാണ്. പാലരുവി എന്ന പേരാണ്.
ശരിയാ, ദൂരെ നിന്ന് പാലൊഴിക്കുന്ന പോലെ അല്ലേ? അതെ അതെ അതെ, വെള്ളച്ചാട്ടം പോലെ വീട് വെറും വെള്ളച്ചാട്ടമല്ല. ഓരോ പാറയെ തട്ടി അത്ര അഴുക്കുള്ള മാത്രം വരുന്നുണ്ട്. അതെ, അവിടെ ഓസിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം പിടിക്കുന്നു. അതുപോലെയാണ് മേടിച്ചു. ഇവിടെ നിന്ന് ഒരു വ്യൂ എടുത്തിട്ട് പോവാം. അവിടെ തെറിക്കല്ലോ, നീ ഒഴുകുണ്ടോ? ആ, തെറിക്കുന്നില്ലല്ലേ? അവിടെ ഇങ്ങനെ ഒഴുകി പതുക്കെ ഒഴുകുന്നതാണ്. എന്നാലും സൗണ്ട് ഉണ്ട്. ആ ഉണ്ടോ? നല്ല ഫോഴ്സില്ല, പക്ഷേ ഉണ്ടല്ലോ അത് തെറിക്കുന്നില്ല വെള്ളം. പാലൊഴുകുന്ന പോലെ തന്നെ അല്ലേ? അതാ ശരിയാ, കറക്റ്റാ. ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടാണ്. എന്തേ? മല 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 മല. ആ, ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തില്ലേ? ആ, നേരത്തെ ഈ ഇതുവഴി ഇറങ്ങി നമുക്ക് അവിടെ ചെല്ലായിരുന്നു. ആ, അവിടെ ആ വെള്ളത്തിൽ അവിടെ എന്നാ താഴെ കുളിക്കാം കേട്ടോ. നമ്മൾ കയറി വന്ന റൂട്ടാണ് അത് വഴി കേട്ടോ. ഇതാണ് പാലരുവിയുടെ ഒരു ട്രെൻഡ് കേട്ടോ. വെളിന്നുണ്ടോ എത്ര സ്ലോയിൽ ഒഴുകുന്നുണ്ടോ? മനുവേ, വെള്ളം ഒഴുകുന്നുണ്ടോടാ പാല് പോലെ. നേരത്തെ കണ്ട അവിടെ വരെ നമുക്ക് പോകാമായിരുന്നു, ഇപ്പം അങ്ങോട്ട് വിടത്തില്ല. ഇതുവഴി ഈ സ്റ്റെപ്പ് വഴി ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കോട്ടോ. ഇതുവരെ താഴെയാണ് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ താഴെ. ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്നത് കേട്ടോ. ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഏറ്റവും മേളത്തെ ടോപ്പ്, പോകാൻ പറ്റുന്ന ടോപ്പ് കേട്ടോ. മേലോട്ട് കയറിപ്പാ, മേലോട്ട് കയറിക്കും. ഏറളിയാ തോമിത്തേ, എവിടെ പോവാ കയറി? അവിടെ എന്തോടാ? എല്ലാരും നോക്കിക്കേ. നമ്മുടെ വെള്ളച്ചാട്ടം നേരെ താഴത്തെ അവസ്ഥ കേട്ടോ. എല്ലാവരും ഫോട്ടോഷൂട്ടാ. കിട്ടി. ഓ, അളിനും പെങ്ങളും സെറ്റ്. ആ വെള്ളം കണ്ടോ? ഈ ഫോട്ടോയ്ക്കകത്ത് വെള്ളം ഏറ്റവും സ്ലോയിലാണ് വീഴുന്നത് കേട്ടോ. ആണെന്നേ, നല്ല സ്ലോയില്ല. ഓയ്യോ, ഇല്ല ബാ. ബായോ, ഇത് കല്ലല്ല കേട്ടോ. ഇതണ്ടേ, ഈ കല്ലിൽ എൻഡിലാണ് ഇത് വെച്ചത്. ഇവിടെ ആ രാജാക്കന്മാർ വന്നിരുന്ന ചൊറ പറഞ്ഞിരുന്ന അല്ലയോ വെള്ളച്ചാട്ടം കണ്ട്. കല്ലല്ല, തോർത്തില്ല, നമ്മൾ തോർത്തെടുത്തിട്ടില്ല. ആ, ആകാശം ഭയങ്കര ഗ്ലാമർ കേട്ടോ കാണാൻ. എന്താ സീനാടാ? അടിപൊളി. അതൊരു ഗുഹയാന്നാ പറയുന്നത്. അടാ ഓസ് കണ്ടോ? ഓസില്ലേ? ഓസിന് ആ വെള്ളം വന്ന് താഴ്ന്നിട്ട് ഒരു ഗുഹയാന്നാ പറയുന്നത്. അതുവഴി അങ്ങോട്ട് പോകാം
ഐതിഹ്യം അല്ല, ആൾക്കാർ പറയുന്നത്. മനുവേ എന്തോ പറഞ്ഞ് ഗുഹയാണോ അത്? ഗുഹയാണെന്നാണ് പറഞ്ഞത് പറയണേ. ആ എവിടെ അത് ഗുഹയാണെന്നാ പറയുന്നത് അവിടെ? ആണോ? വേറെ ഒന്നും എവിടെ? ആ വെള്ളം ആ ചെറിയൊരു ഇപ്പുറത്ത് അത് ഏറ് തന്നെ ഏറ് തള്ളണേ ഈ കാണുന്നത് ഇങ്ങനെ രാജാവ് ഒഴിഞ്ഞു നിൽക്കുന്ന കൊണ്ട് അവിടെ ആ ഹോള്. ഓ ആ ഹോള്. ഹോൾ ഇതിലേ അവിടെ ചെല്ലാം. അങ്ങനെ ഈ കാണുന്ന ഹോള്. ഓ അങ്ങനെ ചെയ്യുന്നത് ഈ ഹോള് ഈ ഹോള് അങ്ങനെയൊക്കെയാ പറയുന്നത്. ൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്തെ എഴുത്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ ഉണ്ട്. ആ അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ. ഓരോ ആ അതെ അതെ ഹലോ. ഈ സംഭവം അവിടെ കൊത്തുപണി ചെയ്തേക്കുന്നുണ്ട്, എന്തോ സംഭവം കൊത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ പാറതാണ് ഇങ്ങനെ വന്നേണ്ട അവിടെ വേണ്ട ഈ പുല്ലാണ്ട ആ പൂ നിൽക്കുന്നുണ്ട അവിടെ ഒരു ഹോളാണെന്നാണ് പറയുന്നത്, അടച്ചേക്കുന്നതാണ് പറഞ്ഞത്. അതുപോലെ അങ്ങേ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഹോള് അതുവഴിയാണ് രാജാവ് പുറത്തേക്ക് ദൂക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ ലേറെ മേളിൽ കാണുന്നുണ്ട് ഈ വെള്ളം കുത്തി വീഴുന്നേ, അവിടെ ഒരു ഗുഹയുണ്ട്, അതുവഴി ആര്യങ്കാവ് ചെല്ലാമെന്നാണ് പറയുന്നത്. അവിടെ ഇവിടെ മഴ പെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും, വെള്ളം കൂടും, വെള്ളം ഇങ്ങോട്ട് വരുമല്ലേ, അവിടെ എല്ലാം പോകാം. എല്ലാവരും കുളിച്ച് നനച്ച് അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ പൂർവികരിരിപ്പുണ്ട് കേട്ടോ. പൂർവികന്മാർ ഇതാണ്ട് അപ്പുറത്തുണ്ട്, കൊങ്ങന്മാർ ഇതാണ്ട് ഇതേ കൊങ്ങ ഇത് കണ്ടോ, ഈ കല്ല് കണ്ടോ, ഈ കല്ലിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടോ കൊട പോലെ. കൊട പോലല്ലേ ഇരിക്കുന്നത്. ഇവിടെ കുളിക്കടവാ കേട്ടോ, ഇങ്ങോട്ട് അങ്ങോട്ട് എല്ലാവരും അവിടെ കുളിക്കുന്നത് ചെറിയ. ചോട്ടെ കൈ വലിക്കില്ല അവിടെ നിന്ന്. ആ ഇതാണ് ഇവിടുത്തെ കുളിക്കടവ്, ഇതാണ് കുളിക്കടവ്. റോസ തോമസ് തോവിത്തേ ഇത് കണ്ടോ, ഇത് കണ്ടോ, എല്ലാരും വന്ന് കുളിക്കുന്ന കണ്ടോ ഇവിടെ വന്ന്. അവിടെ നല്ല ബോയ്സാ കേട്ടോ, അവിടെ സെറ്റായിട്ട് കുളിക്കാം കേട്ടോ. കണ്ടോ അവിടെ കുളിയുണ്ടോ, അങ്ങോട്ട് നോക്കി അവിടെ നല്ലതായിട്ട് കുളിക്കാം. ലേഡീസ് ഉണ്ട് അങ്ങോട്ട്, അവിടെ ലേഡീസ് എന്നല്ലേ കുഞ്ചേർക്കൻ അവിടെ കുളിപ്പിക്കുക കേട്ടോ. തോവിത്തേ ഉള്ള ജാസ്തി ആളുകൾക്ക് അങ്ങ് ഉള്ള സ്ഥലമുണ്ടോ, ഉള്ള സ്ഥലം എടുക്കാ, സ്ഥലം എടുക്കാ, ഹോൾ എടുക്കാ.
ഇറങ്ങല്ലേ വീടല്ലേ ഇവിടെ എല്ലാം കുട്ടികളെ അങ്ങ് ലാസ്റ്റ് സ്ത്രീകളെ എങ്കിൽ പുരുഷന്മാര് മീനുണ്ടോടാ റോഷനെ മീനുണ്ടോ മീനുണ്ടോ അവിടെ ഇരുന്ന് നോക്കി എത്തിയടാ മീനുണ്ടോ ആ ആഹാ നല്ല സുഖം നല്ല സുഖം പോലെ അങ്ങോട്ട് പോലെ തന്നെ പോലെ കേട്ടോ അങ്ങോട്ട് ഇറങ്ങല് കുഴിയാണേ ഓ ഇതുവരെ കുളിപ്പിക്കാത്ത അപ്പൊ കൊച്ചിനെ കുളിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്നാ കുളിപ്പിക്കുന്നത് വീട്ടിൽ കുളിപ്പിക്കാൻ പറഞ്ഞാൽ കുളിപ്പിക്കത്തില്ല ആണോ ഏതാ പേര് നോക്കുന്നുണ്ടോടാ പക്ഷെ അടുത്ത് പോവല്ലേ അത് തിരിച്ചറിയും വേണ്ട മേളിൽ നോക്കി ഇതാരായിരിക്കുന്നേ നോക്കിയേ പോലെ തോന്നിക്കുന്നല്ലേ ഇതിന്റെ മേളില്ലേ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുന്ന പോലെ തിരിച്ചറി അതെ തിരിച്ചറി നമ്മള് വിളിച്ചേ ഇതിനെ വിളിക്കുക കേട്ടോ ഇതിനെ അങ്ങോട്ട് വിളിക്കുക രണ്ടെണ്ണം കൂടെ വീണ് കേട്ടോ രണ്ടെണ്ണം വീണ് വെള്ളത്തിൽ താഴെ നിന്ന് കാണുന്ന വ്യൂ കേട്ടോ നമ്മൾ കയറി വരുമ്പോഴുള്ളേ ആ വെള്ളമാണ് കാണുന്നത് കേട്ടോ പക്ഷെ അവിടുത്തെ ഒഴുകുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഹലോ കൊരങ്ങന്മാരെ ഹലോ നാട്ടുകാരെ വീട്ടുകാരെ ഇവിടെ നോക്കടാ എന്താ ഒരു വിഷമം പോലെ എന്താ പറ്റി എന്താ മിണ്ടായിരിക്കുന്നത് ഒറ്റയ്ക്കുള്ളോ ആ കേട്ടോ ഷെഡുകളാ അല്ല കല്ലും കൊണ്ടുണ്ടാക്കിയിരുന്ന പണ്ട് കാലത്ത് കല്ലും കൊണ്ടുണ്ടാക്കിയിരുന്ന സാധനം പോയി കാണുന്നത് കേട്ടോ റിട്ടേൺ പോകാനും ബസ് വന്നു കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനും ക്യൂ നിന്നാണ് ആ ബസ്സിൽ കയറേണ്ടത് ഒരു ബസ് 40 പേര് വീതം വരുന്നതാ ആണ്ട് ഉള്ളിയോടെ കൊണ്ടുപോയി വഴക്ക് പ്രശ്നമായി ആരാ